ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ജബൽ ജേസിലോട്ടാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് എപ്പോഴും ജബൽ ജേസിക്ക് തന്നെ പോകാനുള്ളൂ എന്ന്. ഞാനും വിചാരിക്കലുണ്ട്. ബട്ട് നമ്മൾ ഓരോ സാഹചര്യങ്ങളല്ലേ നമ്മൾ എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗൂഗിൾ പറഞ്ഞേ അവിടെ 0°C വരെ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. മാത്രമല്ല ചിലപ്പോൾ -1 ആവാനും ചാൻസ് ഉണ്ട്. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കണമല്ലോ. കാരണം ഇത്രയും കാലം യുഎയിൽ ചൂട് സഹിച്ചെന്നല്ലേ. അപ്പോൾ പിന്നെ -1 ഒക്കെ വരെ ആവുന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും പോയി നോക്കണമല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ട് തന്നെ പോകണം. ഈ കാണുന്നതാണ് മിൽക്കി വേ, അതായത് വാൽ നക്ഷത്രം. ഇത് ഫോണിൽ കാണുന്നേക്കാൾ കൂടുതൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഈ അധികം ഇരുട്ടുള്ള സമയത്തൊക്കെയാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ റാസൽ ഖൈമ ജബൽ ജേസിലോട്ട് കയറുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 10°C ആയിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ 8°C ആയിരുന്നു. പിന്നെ അവിടെയുള്ള ഒരു ഇക്ക നമ്മളോട് പറഞ്ഞ് ചായ കുടിക്കാൻ പോയപ്പോൾ നിങ്ങൾ മുകളിലോട്ട് കയറി നോക്ക്, അവിടെ പോയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ 0°C വരെ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. അവിടെ പോയപ്പോൾ അതാ 0°. കുറച്ചും കൂടെ നിന്നാൽ നമുക്ക് -1 കിട്ടിയാനേ. ബട്ട് നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ വർക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് പോന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ പോന്നു. നമ്മൾ ടെൻ്റൊന്നും അടിച്ചില്ല. നല്ല തണുവാണ്. എത്ര ഡിഗ്രിയാ? 8 at the moment. കുറച്ചിട്ടല്ല, ഇന്നത്തെ പറയണം. ഇത്ര നല്ല തണവുണ്ട്. ഗൈസ്, ഇപ്പോൾ സമയം 4:30. ഞങ്ങളിപ്പോൾ ജബൽ ജേസിലാണുള്ളത്. ഇപ്പോൾ 1°C ആണ്. ഭയങ്കരമായിട്ട് കൈയൊക്കെ മരവിച്ച്. അങ്ങനെ 1 കഴിഞ്ഞ് പിന്നെ 0°C വരെ ആയി. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി. എന്തായാലും വന്നത് മുതലായി. അങ്ങനെ കുറച്ചു നേരം അവിടെ തണുപ്പൊക്കെ കൊണ്ട് ആസ്വദിച്ച് പിന്നെ നമ്മൾ പോവാമെന്ന് വിചാരിച്ച്. കാരണം കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വന്നാലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ 0°C വരെ നമ്മൾ പുറത്ത് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ കുറേ കാലമായിട്ട് ചൂടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി പിന്നൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. അതുപോലെ തന്നെ കാസർഗോഡിലെ 3ാമത്തെ പാട്ടുണ്ട്, അത് വരുന്നതായിരിക്കും നാളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളത് മറക്കാതെ കാണുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.